So what really is the problem raised in Kerala regarding PM Sri sign Kerala government? What really is the problem എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണവർഗം കേന്ദ്രമായാലും സംസ്ഥാനമായാലും ഹിസ്റ്ററി കൈകാര്യം ഇതാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയാത്തത്. രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോൾ ഇതാണ് എന്താണ് ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, സവർക്കറിന്റെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്നുള്ളൊരു പാഠഭാവം വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു. ഇതാണ് കാവ്യവൽക്കരണം. അല്ലെങ്കിൽ BJP-കാരൻ പറഞ്ഞ ഒരു കാര്യം, ഹെഡ്ഗേ പവർ, പുള്ളിയുടെ ജീവചരിത്രം പഠിക്കേണ്ടി വരുന്നു. അതിന് പകരം മഹാത്മാഗാന്ധി, അങ്ങനെ കോൺഗ്രസിന്റെ ആണ് യഥാർത്ഥത്തിൽ ബേസിക്കലി ഇതാണ് വിജയിയാണ് ചരിത്രം എഴുതുന്നത് അല്ലെ. പണ്ടാരണ്ട് പറഞ്ഞോണം, ലയൺ മാനെ കൊല്ലുന്നു. അപ്പം ലയണായിരിക്കും എപ്പോഴും അതിനെക്കുറിച്ചുള്ള കഥ, എങ്ങനെയാണ് കൊന്നത്. വേട്ടയുടെ ചരിത്രം വിവരിക്കുന്നത് സിംഹമാണ് എപ്പോഴും. കാരണം മറ്റേ ആൾക്ക് വിവരിക്കാൻ കഴിയില്ല, മറ്റേ ആള് നശിച്ചു പോയി. മറ്റേ ആള് നശിക്കുമ്പോഴാണ് വേട്ട ഉണ്ടാവുന്നത്. ആ വേട്ടയെക്കുറിച്ച് പറയാൻ സിംഹത്തിനെ സാധിക്കുള്ളൂ. അങ്ങനെയാണ് ചരിത്രത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ മനുഷ്യ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും പവറും സ്വാധീനവും മൈറ്റും ഉള്ളവരാണ് ചരിത്രം എഴുതുന്നത്. ഇന്ത്യയുടെ ചരിത്രം എന്ന് വെച്ചാൽ കോൺഗ്രസ് എഴുതിയ ചരിത്രമാണ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ശരിയാണ്. കോൺഗ്രസ് അല്ലെങ്കിൽ പ്രോ ലെഫ്റ്റ് ആയിട്ടുള്ള ആളുകൾ എഴുതിയ, അതുകൊണ്ട് എല്ലാ സംഭവങ്ങളിലും അതിൻ്റെ ഒരു നെല്ല് കാണാൻ കഴിയും. അത് തന്നെയാണ് ഇപ്പോൾ പുന്നപ്ര വയലാർ സമരം എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരമാകുന്നത്, അല്ലെങ്കിൽ മലബാർ ലഹള എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരമാകുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ് എഴുതി ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞ ജാതിയൊക്കെ പോലെ ഇതൊന്നും ബേസിക്കലി വസ്തുതാപരമാകണമെന്നില്ല. നമ്മൾ നരേറ്റീവ് ബിൽഡ് ചെയ്ത് അതിൻ്റെ മേളിൽ ഓരോന്നോരോന്നും കൊണ്ടുവന്ന് അത് പിന്നെ അവസാനം അതൊരു സത്യമാണെന്ന് തോന്നുന്നു. കള്ളിയങ്കാട്ട് നീലി പോലെ. പാലസ്തീൻ ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണമാണ്. ആദ്യം അറബ് ലീഗ് ഉണ്ടാക്കിയ സാധനമാണിത്. ഉണ്ടാക്കി വന്നിട്ട് ഓരോ ഘട്ടം കഴിയുമ്പോൾ ഇപ്പൊ അങ്ങനെ പാലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യത്തെ ജനങ്ങൾ അവരെ അധിനിവേശം നടത്തിയിരിക്കുന്ന ഇസ്രായേലിനെതിരെ നടത്തുന്ന പോരാട്ടമാണ് എന്നുള്ള ഒരു നരേറ്റീവാണ് പല ആളുകളും നോയിങ്ലി ഓർ അൺനോയിങ്ലി വിശ്വസിക്കുന്നത്. അതേപോലെയാണ്. അപ്പം ഇതാണ് ഈ ഇവിടെ ആളുകൾ പറയുന്നത്, ഇവിടെ ഞങ്ങളുടെ ചരിത്രം ഉണ്ട്, ആ ചരിത്രം അതിനകത്ത് ഇന്ന ആൾ പാടില്ല. ഇത് ഇപ്പോ സംഘപരിവാറിന് അധികാരം വന്നതിന് ശേഷം വന്ന മാറ്റങ്ങൾ. അതിന് മുന്നേ ആയിരുന്നെങ്കിൽ അവരൊരു പക്ഷേ ഇതിനെ ചിന്തിക്കുക പോലും. ഇപ്പോൾ ഒരു സവർക്കറിന്റെ ജീവചരിത്രം 80കളിലോ 90കളുടെ ആദ്യത്തിലൊക്കെ ഏതെങ്കിലും ഒരു ചരിത്ര പുസ്തകത്തിലോ പാഠപുസ്തകത്തിലോ വന്നിരുന്നെങ്കിൽ ഇതാരാണ് എന്ന് പോലും ആരും നോക്കുമായിരുന്നില്ല. ഇപ്പൊ അങ്ങനെയല്ല. ചേഞ്ചിൽ പൊളിറ്റിക്കൽ ഇക്വേഷൻ മാറുന്നതനുസരിച്ച് സംഗതിയിൽ മാറി വരും. അത്രേ ഉള്ളൂ. അതാണ് പ്രധാന കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് മറ്റു കാര്യങ്ങൾ ബേസിക്കലി സ്കൂളുകൾക്കൊക്കെ നല്ലതാണല്ലോ. പിന്നെ ഒരു കാര്യമല്ലാന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും. ഈ ദേശീയ വിദ്യാഭ്യാസ പരിപാടിയോടനുബന്ധിച്ച് ഡിഷ് ഔട്ട് ചെയ്യാൻ സാധ്യതയുള്ള സിലബസിൽ പ്രത്യേകിച്ച് അശാസ്ത്രീയമായിട്ടുള്ള, അമാനവികമായിട്ടുള്ള, ഒരു അഡ്വാൻസ്മെന്റിന് വിരുദ്ധമായിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് ഉണ്ടാവും. ബിക്കോസ് ഒരു കോൺസർവേറ്റീവ് റിഗ്രസീവ് പൊളിറ്റിക്സ് ആണ് ഈ BJPയും ഹിന്ദുത്വയും മുന്നോട്ട് വെക്കുന്നത്. അവരുടെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ് അല്ല. അപ്പം ഈ അശാസ്ത്രീയമായിട്ടുള്ള ആ ഒരു ഔട്ട്ലുക്ക് പല കാര്യങ്ങളിലും സിലബസ് നിശ്ചയിക്കുന്നതിലും, ആയിഷ് പോലെയുള്ള പിന്നെ അതർ കൾച്ചർ, ഇങ്ങനെ കുറെ പോസ്റ്റ് മോഡേണിസം, കുറച്ച് തദ്ദേശീയ, അങ്ങനെ കുറെ സാധനമുണ്ട്. വെസ്റ്റേൺ ബൊക്കോ ഹറാം ആയിരിക്കും അതിനകത്തൊരു. അതായത് പാശ്ചാത്യ വിദ്യാഭ്യാസം, പാശ്ചാത്യ മൂല്യങ്ങൾ, ജനാധിപത്യത്തിന്റെ ഉയർന്ന അവസ്ഥകൾ, മതേതരത്വം, ഈ സാധനങ്ങളോടെല്ലാം തന്നെ ഒരു നിരാശഭാവം അല്ലെങ്കിൽ അതിനോടൊക്കെയുള്ള ഒരു എതിർപ്പാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ നിലവിലുള്ള ഭരണക്രമത്തിന്റെ ഐഡിയോളജിയുടെ അടിസ്ഥാനം. അത് ഇതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യും. അതിനെയാണോ ഇവർ എതിർക്കുന്നതെന്ന് ആണ് നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ പറയും അല്ല, അവർക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. 100% ഞാൻ പറയും. അശാസ്ത്രീയമാകുന്നതിലോ ആയുഷ് കയറി വരുന്നതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസ്കാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ചോ ഒക്കെ ഉള്ള അത്തരം വ്യാഖ്യാനങ്ങളെക്കുറിച്ചോ, ബദൽ ചികിത്സ, ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല. ഇതൊക്കെ അവരൊരു പക്ഷേ പരിവാറിനേക്കാൾ മോശമാണ് അവരുടെ അവസ്ഥ, എസ്പെഷ്യലി അറ്റ്ലീസ്റ്റ് ഇൻ കേരള.
പുറത്തുള്ള കാര്യം നിങ്ങൾക്ക് അത്ര അറിയില്ല, ഉറപ്പാണ്. അതല്ല കാര്യം. ഇത് ഇങ്ങനെ പൊളിറ്റിക്കലായിട്ട് ഉള്ള കാര്യമായിരിക്കും. ഇത് സവാർക്കർ വരും, അല്ലെങ്കിൽ ടെണ്ടുൽക്കർ വരും, ഇങ്ങനെയുള്ളതാകാനാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഈ കാവ്യവൽക്കരണം എന്ന് പറയുന്നത്. അല്ലാതെ അശാസ്ത്രീയം, സ്ത്രീ വിരുദ്ധം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വരുന്നു, കൺസർവേറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് വരുന്നു. ഐ ഡോണ്ട് തിങ്ക് സോ. ബിക്കോസ് അങ്ങനെ ഒരു പുരോഗമന പാർട്ടി കേരളത്തിലില്ല, അങ്ങനെ ഒരു പ്രോ സയൻസ് ആയിട്ടുള്ള പാർട്ടിയില്ല. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് അക്കാര്യത്തിലൊന്നും ആയിരിക്കില്ല പ്രശ്നം. ജസ്റ്റ് സ്ലോഗനിയറിംഗ് ആണ്.